വൈപ്പിൻ മണ്ഡലത്തിലാണ്. വൈപ്പിൻ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ UDF സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം ഏറ്റവും ഒരു അവസാന ഘട്ടത്തിലാണ് ഉണ്ടായിരുന്നത്. പേരുകൾ പലതവണ ഉയർന്നു വന്ന പേര് അത് പിന്നീട് അത് ഉറപ്പിക്കുന്നു. ടോണി ചമ്മണി കൊച്ചിയുടെ മേയർ സ്ഥാനത്ത് ഒരു 5 വർഷക്കാലം വലിയ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചു. പിന്നീട് ഇപ്പോൾ വൈപ്പിൻ മണ്ഡലത്തിലേക്ക് കഴിഞ്ഞ കൊച്ചിയിലായിരുന്നപ്പോൾ വൈപ്പിൻ മണ്ഡലത്തിലേക്ക് എത്തുന്നു. എന്താണ് പൊതുവിലുള്ളൊരു പ്രതീക്ഷ? പാർട്ടി എനിക്കൊരു അവസരം ഇപ്രാവശ്യം തന്നത് വൈപ്പിനിലാണ്. അതൊരു വലിയ ചലഞ്ചായി ഞാൻ ഏറ്റെടുക്കുകയാണ്. ഞാൻ എൻ്റെ പ്രചരണം തുടങ്ങിയത് അന്ന് റമദാൻ ദിനത്തിലാണ്. അന്ന് വിവിധങ്ങളായ മോസ്കുകളിൽ പോയി വിശ്വാസികളുമായി എനിക്കന്ന് കൂടിക്കാഴ്ചകളുണ്ടായിരുന്നു. അതിനുശേഷം വലിയ റോഡ് ഷോയോടുകൂടിയാണ് എൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഒരു ഔപചാരിക തുടക്കം ഉണ്ടായത്. കഴിഞ്ഞ 2 ദിവസത്തെ എൻ്റെ പ്രചരണ പ്രവർത്തനത്തിൽ ആളുകളുമായി ഇടപഴകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത്, ആളുകൾ ഒരു ഭരണമാറ്റം കേരളത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നത് ഇവിടെയും എനിക്ക് വായിച്ചെടുക്കാൻ സാധിച്ചു. മാത്രമല്ല ഈ പ്രദേശം ഒരുപാട് പ്രാദേശിക വികസന പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയും കൂടിയാണ്. ഇവിടെ യാത്രാക്ലേശം, കുടിവെള്ള പ്രശ്നമുണ്ട്, കടൽ കയറ്റത്തിൻ്റെ പ്രശ്നമുണ്ട്, കിഴക്ക് ഊരുവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്. ഇവയ്ക്കൊന്നും കഴിഞ്ഞ 20 വർഷമായി ഇടതുപക്ഷ MLA-മാരാണ് ഇവിടെ നിന്ന് വിജയിച്ചു പോയത്. അതിൽ 15 വർഷം ഭരണകക്ഷി MLA-മാർ ആയിരുന്നു. അപ്പോൾ പോലും ഇവിടുത്തെ ഏറ്റവും അടിസ്ഥാനപരമായ ജനങ്ങളുടെ നിത്യജീവിതത്തിൽ ഗുണപരമായി മാറ്റം വരുത്തേണ്ട യാതൊരു വികസന പ്രവർത്തനങ്ങൾക്കും മുൻകൈ എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു നിരാശ, അതിൻ്റെ ഒരു രോഷം ഈ പ്രദേശത്തെ ജനങ്ങൾക്കുണ്ട്. അത് UDF-ന് അനുകൂലമായി വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 2 തരത്തിലാണ് ഞാൻ ഈ മണ്ഡലത്തിലെ രാഷ്ട്രീയത്തെ കാണുന്നത്. ഒന്ന്, സംസ്ഥാന തലത്തിൽ ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള അഴിമതി, ഈ ഗവൺമെൻറ്റിൻ്റെ കൊള്ള, അതിനെ സംബന്ധിക്കുന്ന ജനങ്ങളുടെ ഒരു വിരുദ്ധമായ ചിന്ത, ഒരു സർക്കാർ വിരുദ്ധ ചിന്തയും തരംഗവും പൊതുവിൽ കേരളത്തിലുള്ളത് ഈ മണ്ഡലത്തിന് പ്രതിഫലിക്കും. അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിൻ്റെ പ്രാദേശിക വികസന കാര്യങ്ങൾക്ക് ആവശ്യമായ നിലയിലുള്ള പരിഹാരം കാണാൻ ഇവിടെ കാലാകാലം ഉണ്ടായി MLA-മാർക്ക് സാധിച്ചിട്ടില്ല എന്നത് കൂടിയുണ്ട്. അപ്പോൾ പ്രാദേശികമായ സംസ്ഥാന തലത്തിലുള്ള രാഷ്ട്രീയം ഇതെല്ലാം കൂട്ടിവയ്ക്കുമ്പോൾ എനിക്ക് ശുഭമായ പ്രതീക്ഷയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ 2016-ലെയും 2021-ലെയും ഒന്നും സാഹചര്യമല്ല ചർച്ച ചെയ്യപ്പെടുന്നത്. 26-ൽ വൈപ്പിനടക്കം ഒരു മാറ്റം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കാൻ, അതിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരാൻ UDF-നൂടെ സാധിക്കും. പൊതുവിൽ കൊച്ചിയോട് അടുത്ത് കിടക്കുന്ന ഒരു ഉപഗ്രഹ നഗരം തന്നെ ഗോശ്രീ പാലം യാഥാർത്ഥ്യമോട് വിശേഷിപ്പിക്കുന്നൊരിടമാണ്. ഈ നാടുകളിലൊന്നും ഒരു കാര്യമായ വികസനം നടന്നിട്ടില്ല എന്ന് തന്നെയാണോ? യഥാർത്ഥത്തിൽ കൊച്ചിയിൽ നഗരത്തിൽ നിന്ന് 25 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിയോണ്ടത് ഏറ്റവും വടക്കേറ്റത്ത് മുനമ്പത്തെത്താൻ പറ്റും. യഥാർത്ഥത്തിൽ ഒരു നഗരം വളരുമ്പോൾ അതിൻ്റെ സമീപ പ്രദേശത്താണ്, സമീപ പ്രദേശങ്ങളിലും കൂടി വികസനം വരേണ്ടതായിട്ടുണ്ട്. ആ നിലയിൽ കൊച്ചി പോലത്തെ ഒരു പ്രധാനപ്പെട്ട വാണിജ്യ നഗരത്തിൽ നിന്നും 25 കിലോമീറ്റർ അകലെ കിടക്കുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ ഈ വൈപ്പിൻ മുനമ്പം പ്രദേശത്തേക്ക്, ചെറായി അടക്കമുള്ള പ്രദേശത്തേക്ക് അതിൻ്റെ ഒരു വികസനത്തിനൊരു റിഫ്ലക്ഷൻ വന്നിട്ടില്ല എന്നത് വായിച്ചെടുക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ വികസനത്തിൻ്റേതായിട്ടുള്ള വരേണ്ടത് പ്രധാന കേന്ദ്രത്തിൽ നിന്നോ അനുബന്ധ സ്ഥലങ്ങളിലേക്കും കൂടി വരിക എന്നതാണ് വികസനത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. ആ നിലയിൽ ഈ പ്രദേശത്തിന് അർഹിക്കുന്ന ഗൗരവം കിട്ടില്ല. UDF-ൻ്റെ ഗവൺമെൻറ് വന്ന കാലത്ത്, ഭരണത്തിലിരുന്ന കാലത്ത് നിർമ്മിച്ച ഗോശ്രീ പാലങ്ങൾക്കപ്പുറത്തേക്ക് യാത്രാക്ലേശം ഇവിടുത്തെ പരിഹരിക്കാൻ ആവശ്യമായ ഒരു പദ്ധതി ഉണ്ടായിട്ടില്ല. വൈപ്പിനൊരു ബസ് സ്റ്റാൻഡ് വേണം. വൈപ്പിൻ്റെ നിരവധിയായ മറ്റ് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പാകെ വെക്കുന്നത് വൈപ്പിന് സമഗ്രമായൊരു വികസന പാക്കേജ് വേണമെന്നാണ്. ആ പാക്കേജിൽ ഈ പ്രദേശത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പദ്ധതി, അതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. പുതിയ UDF-ൻ്റെ ഗവൺമെൻറ് വന്നാൽ ആ വികസന പാക്കേജ്, വൈപ്പിൻ വികസന പാക്കേജ് ഞങ്ങൾ മുന്നോട്ട് പോകും. ഏതായാലും കൊച്ചി നഗരത്തോട് അടുത്ത് കിടക്കുന്ന പ്രദേശമാണെങ്കിലും നഗരം നേരിടുന്ന കാര്യങ്ങളൊന്നും തന്നെയല്ല വൈപ്പിൻ പോലുള്ള മേഖലകൾ നേരിടുന്നത്. പ്രാദേശികമായ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ രീതിയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് UDF സ്ഥാനാർത്ഥി ടോണി ചമ്മണി ചൂണ്ടിക്കാണിക്കുന്നത്. തൻ്റെ ശ്രദ്ധയും വിജയിച്ചു വരികയാണെങ്കിൽ ആ രീതിയിൽ തന്നെയായിരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പിക്കുകയും ചെയ്യുന്നു. വൈപ്പിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, News 18.